ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ആൻഡമാൻ ദ്വീപിലേക്കുള്ള യാത്രയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലേക്കുള്ള എൻ്റെ യാത്രക്ക് തുടങ്ങുന്നത് തന്നെ കോഴിക്കോട് എയർപോർട്ടിൽ വെച്ചാണ് കേട്ടോ. രാവിലെ 7:30 ഫ്ലൈറ്റ്. ബോഡി പാസ്സൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ വിമാനത്തിലേക്ക് കയറുകയാണ് കേട്ടോ. വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് ഇടവഴി പോലെ ഒരു വഴിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പോയപ്പോഴാണ് വിമാനത്തിലേക്ക് എത്തിയത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വിമാനയാത്ര നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആകെ ആകാംക്ഷയിലും ത്രില്ലിലുമാണ് കേട്ടോ. സൈഡ് വിൻഡോ തന്നെ എനിക്ക് കിട്ടി കേട്ടോ. പക്ഷേ സൈഡ് വിൻഡോയുടെ അടിയിൽ വിമാനത്തിൻ്റെ ആ വലിയ ചിറകാണ്. എന്നാലും കുറച്ചൊക്കെ ഭാഗങ്ങൾ വളരെ ക്ലിയറായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. വിമാനം പൊങ്ങാൻ പോവുകയാണ്. ഒത്തിരി ഓടിയതിന് ശേഷമാണ് കേട്ടോ ഇതൊന്ന് സാവധാനം അങ്ങോട്ട് പൊങ്ങുക. എനിക്ക് ഇത് പൊങ്ങുന്നതിൻ്റെ യാതൊരു ഫീലിങ്സും എനിക്ക് കിട്ടിയില്ല കേട്ടോ. അത്രയും സ്മൂത്തായിട്ടാണ് പൊങ്ങിയത്. അതേപോലെ തന്നെയാണ് ലാൻഡ് ചെയ്യുമ്പോഴും വളരെ പതുക്കെ. നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല, ഒരു പേടിയോ ഒന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തിയിട്ടോ. 8:30 മണിക്ക് ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. നല്ല വിശപ്പായിരുന്നു. രാത്രിയിൽ ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തത് കൊണ്ടും എയർപോർട്ടിൽ വന്നിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി അവിടെ ചെന്നപ്പോഴോ നമ്മുടെ ഈ ഭൂരിയൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിനും 450 രൂപ. 450 രൂപക്ക് മുകളിൽ അവിടെ ഓരോ ഐറ്റംസും. നമ്മുടെ വീട്ടിൽ 4 ഭൂരിയും ഒരു ഉരുളൻകിഴങ്ങ് കറിയും. ഇതിനും 450 രൂപ തന്നെയുള്ളൂ. അതൊക്കെ കഴിച്ച് വേറെ നിവൃത്തിയില്ലല്ലോ. പിന്നെ ഒരു ചായയും 150 രൂപ. അതും കൂടി കുടിച്ചിട്ട് വീണ്ടും നമ്മൾ ബാംഗ്ലൂരിലെ എയർപോർട്ടിൻ്റെ പുറത്താണ് കേട്ടോ നമ്മൾ കഴിക്കാൻ പോയത്. അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് വരികയാണ്. എവിടെയാണ് ഈ ഇൻഡിഗോ ഫ്ലൈറ്റ് എന്നറിയില്ലല്ലോ നമുക്ക്. ഒക്കെ ഹിന്ദി, കർണാടക, ഇംഗ്ലീഷ് ഇങ്ങനെ ഓരോ ഭാഷകളിലുള്ള ആൾക്കാരാണ് അവിടെ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കാട്ടിയിട്ട് നമ്മൾ ചോദിക്കുകയാണ് എവിടെയാണെന്നൊക്കെ. അങ്ങനെ പറഞ്ഞുതരും 36-ലാണെന്നൊക്കെ. അങ്ങനെ അവിടെ പോയി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് കയറി നമ്മുടെ ശ്രീ വിജയപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് കേട്ടോ വന്നത്. ഫ്ലൈറ്റിൽ കയറി നോക്കൂ, ദ്വീപിൻ്റെ മുകളിൽ കൂടെയൊക്കെ കേട്ടോ ഫ്ലൈറ്റ് പോകും. നല്ല ഭംഗിയുണ്ട് ആകാശം കാണാൻ. ആദ്യം കുറച്ച് കെട്ടിടങ്ങൾ ഇങ്ങനെ കാണും, പിന്നെ മേഘത്തിൻ്റെ ഉള്ളിലൂടെയാണ് യാത്ര. മേഘങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കടൽ, പിന്നെ ദ്വീപ്, അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് സെക്ഷൻ. നല്ല ഭംഗിയെ കാണാൻ കേട്ടോ. താഴത്തേക്ക് നോക്കിയാൽ നല്ല രസമാണ്. ഇത് ലാൻഡ് ചെയ്യണ സമയമാണ് കേട്ടോ. ലാൻഡ് ചെയ്യണ സമയത്ത് അവിടെയുള്ള കെട്ടിടങ്ങളും ചെറിയ ചെറിയ ദ്വീപുകളും ഒക്കെ കാണാം. നല്ല ഭംഗിയെ കാണാൻ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ വിമാനത്തിൻ്റെ ചിറകുണ്ടല്ലോ ലാൻഡ് ചെയ്യാൻ നേരത്തുന്നുണ്ട് വിരിയും. അപ്പം നിറയെ എൻജിനുകളാണ് അതിൻ്റെ ഉള്ളിൽ. ഞാനിങ്ങനെ എത്തിച്ച് നോക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാം. നോക്കുമ്പോൾ കുറേ എൻജിൻ ബ്രേക്കാണ് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും അറിയില്ല. പക്ഷേ വിമാനം ഇറങ്ങി. ഞങ്ങൾ വീർ സവർക്കർ എന്ന ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡിഫൻസിൻ്റെതാണ് കേട്ടോ. അതിലാണ് ആ എയർപോർട്ടിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. പക്ഷേ വീണ്ടും വിശപ്പിൻ്റെ ആ ഒരു എന്താ പറയുക മൂർധന്യത്തിൽ എത്തിയ അവസ്ഥ ആയിരുന്നു കേട്ടോ. 2:30 മണിയായി ഇവിടെ വന്നിറങ്ങുമ്പോൾ. കുറച്ചൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാനെടുത്ത് ഈ എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ കണ്ടില്ലേ, ചുമരുമ്പോൾ നല്ല ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. കടലിലത്തെ മുത്തുകളോ ചിപ്പികളൊക്കെ കൊണ്ടിട്ടുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആൻഡമാനിലെ എൻഡ് അവിടെ കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. അതിൻ്റെ മുന്നിൽ ഒരുപാട് ആൾക്കാർ നിന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതെൻ്റെ പെട്ടി വരികയാണ് കേട്ടോ. നമ്മുടെ ലഗേജ് വരുന്നൊരു ഭാഗമാണിത്. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് വീഡിയോസ് അങ്ങനെയും എടുത്തു കേട്ടോ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നൊരവസ്ഥയിൽ വിമാനത്തിൽ കയറുന്ന പോലും ആദ്യമായിട്ടാണ്. അപ്പോൾ അതൊക്കെ വീഡിയോ പകർത്താനുള്ള ഒരു ഓട്ടാണ്. ഹസ്ബൻഡാണെച്ചെങ്കിൽ പുറത്തേക്ക് പോവുകയും ചെയ്തു. കണ്ടോ, ഈ ആൻഡമാൻ്റെ എൻഡ് കാണിക്കണ ഈ ഭാഗത്ത് ഒരുപാട് പേര് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഹസ്ബൻഡിന് പുറത്തേക്ക് പോകാനുള്ള തിരക്കും. ഞാനും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. മലയാളീസിനെ കണ്ടപ്പോൾ അവർ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നു. അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിന്ന് അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അവരെടുത്തു തന്നു. അങ്ങനെ വീണ്ടും വിജയപുരം എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോകും. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല മനോഹരമായൊരു സ്ഥലം, ഒരു കൊച്ചു ദ്വീപും അതിന് ചുറ്റുഭാഗം മരങ്ങളും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ കോട്ടേജ്. ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജ് ഇവിടെയാണ്. ഒരു കുന്നിൻ്റെ മുകളിൽ നിൽക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ കാണുന്നത്, അതുകൊണ്ടായിരിക്കാം. നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള സ്ഥലം കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കേ.